ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമായി തന്നെ നടത്തണമെന്ന് വർമ്മയോട് പറയുകയാണ് സരസ്വതി തമ്പുരാട്ടി. അതിന്റെ ഭാഗമായി രാജുവിന്റെ വീട്ടിൽ നിന്നും എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് പ്രതാപവർമ്മ. ആ വാർത്ത കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ടെങ്കിൽ താൻ എങ്ങനെ ഋതിക മോളെ അഭിമുഖീകരിക്കും എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് രാധമ്മ. രമ്യയ്ക്ക് രമ്യയുടെ അമ്മയ്ക്കും വാക്ക് കൊടുത്ത കാര്യം ഇതുവരെ രാധമ്മ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്റെ മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി തന്നെ രാജുവിനെ രമ്യയോടൊപ്പം ഒന്നിക്കാമെന്നാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് തമ്പുരാട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്മാവതിയെ അറിയിക്കാനായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വേണുവിനെയാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പത്മാവതി പറയുകയാണ്, രാജുവും മൃതികയും തന്നെയാണ് ഒന്നിക്കേണ്ടത്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടവും. അവര് രണ്ടുപേരെയും ഏത് വിധേനയും നമുക്ക് ഒന്നിപ്പിക്കണമെന്നും പത്മാവതി വേണുവിനോട് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വേണുവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഓണാഘോഷത്തിന്റെ ചടങ്ങുകളെല്ലാം പ്രതാപവർമ്മയുടെ വീട്ടിൽ ആരംഭിച്ചിരിക്കുന്നതാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് അത്തപ്പൂക്കളമൊക്കെ ഒരുക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെയാണ് രാജുവിന്റെ വീട്ടുകാരും ഒപ്പം രമ്യയും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് രാധമ്മയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടിച്ചെന്ന് രാധമ്മയുടെ കയ്യിൽ പിടിക്കുകയാണ് ഋതിക. തുടർന്ന് താൻ കൊടുത്ത വാക്കിന്റെ കാര്യമെല്ലാം ഓർമ്മ വരുന്ന രാധമ്മ ഋതികയുടെ കൈ തട്ടി മാറ്റുകയാണ്. രാധമ്മയുടെ പെട്ടെന്നുള്ള മനോഭാവത്തിൽ വിഷമത്തോടെയും ഞെട്ടലോടെയും ഋതിക രാധമ്മയെ നോക്കുന്നു. അതേസമയം ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജു. എന്നാൽ രമ്യയ്ക്കും പ്രിയയ്ക്കും ഈ കാഴ്ച കണ്ട് സന്തോഷമാകുന്നു. അങ്ങനെ അവര് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.